Here the problem is obtain the principal disjunctive normal form of P and Q or negation of P and R or Q and R. ഇവിടെ തന്നിരിക്കുന്ന കോമ്പൗണ്ട് പ്രപ്പോസിഷന്റെ പ്രിൻസിപ്പൽ ഡിസ്ജങ്ക്റ്റീവ് നോർമൽ ഫോം ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. നമുക്കറിയാം പ്രിൻസിപ്പൽ ഡിസ്ജങ്ക്റ്റീവ് നോർമൽ ഫോം എന്ന് പറഞ്ഞാൽ ഈ തന്നിരിക്കുന്ന ഫോർമുലയ്ക്ക് ഇക്വലന്റ് ആയിട്ട് മറ്റൊരു ഫോർമുല ഫോം ചെയ്യുന്നു. അത് ഏത് ഫോമിലായിരിക്കും? ഡിസ്ജങ്ഷൻ ഓഫ് മിൻ ടൈംസ് ഒള്ളി ഫോമിലായിരിക്കും. മിൻ ടൈംസ് ഒള്ളി എന്ന് പറഞ്ഞാൽ എന്താ? മിൻ ടൈംസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രണ്ട് വേരിയബിൾസ് പിയും ക്യൂ ആണ് രണ്ട് വേരിയബിൾസ് എങ്കിൽ അതിൻ്റെ മിൻ ടൈംസ് എന്ന് പറയുന്നത് ദറ്റ് ഈസ് ദി കൺജങ്ഷൻ ഓഫ് P or its negation and Q or its negation. ഇപ്പോൾ P എന്ന് പറയുന്ന വേരിയബിൾ വന്നാൽ അവിടെ ആര് വരില്ല? നെഗേഷൻ ഓഫ് P വരില്ല. Q വേരിയബിൾ ആയിട്ട് വന്നാൽ നെഗേഷൻ ഓഫ് Q അവിടെ വരില്ല. അതാണ് മിൻ ടൈംസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന കോമ്പൗണ്ട് പ്രപ്പോസിഷൻ എഴുതാം. ദറ്റ് ഈസ് P ആൻഡ് Q ഓർ നെഗേഷൻ ഓഫ് P ആൻഡ് R ഓർ Q ആൻഡ് R വിച്ച് ഈസ് ഇക്വലന്റ് ടു. അപ്പോൾ ആദ്യം നമ്മളിവിടെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ഇവിടെ എത്ര വേരിയബിൾസ് ഉണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇവിടെ നമുക്ക് P ഉണ്ട്, Q ഉണ്ട്, R ഉണ്ട്. അപ്പോൾ 3 വേരിയബിൾസ് ആണ്. അതുകൊണ്ട് തന്നെ 3 വേരിയബിൾസിൻ്റെ മിൻ ടൈംസിലേക്കാണ് ഇത് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഐഡൻറ്റിറ്റിയില എന്താ പറയുന്നത്? ദറ്റ് ഈസ് P ആൻഡ് T ഈസ് ഇക്വലന്റ് ടു P. ഏതൊരു വേരിയബിളും ടിയുമായിട്ട്, ടി മീൻസ് ടോട്ടോളജിയുമായിട്ട് ആൻഡ് ചെയ്താൽ അതേ വേരിയബിൾ തന്നെ വരും. ഇപ്പോൾ P ആൻഡ് T ഈസ് ഇക്വലന്റ് ടു P. അതുപോലെ Q ആൻഡ് T ഈസ് ഇക്വലന്റ് ടു Q. ഇനി നെഗേഷൻ ഓഫ് P ആൻഡ് T ആണെങ്കിലോ അത് നെഗേഷൻ ഓഫ് P ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഏതൊരു വേരിയബിളും അല്ലെങ്കിൽ ഏതൊരു കോമ്പൗണ്ട് പ്രപ്പോസിഷനും ടിയുമായിട്ട് ടോട്ടോളജിയുമായിട്ട് ആൻഡ് ചെയ്താൽ വാല്യൂവിന് ഒരു ചേഞ്ചും വരില്ല, അതേ വാല്യൂ തന്നെ വരും. ദെൻ രണ്ടാമത് പറയുന്നത് കോംപ്ലിമെന്റിലായാണ്. കോംപ്ലിമെന്റില മീൻസ് P ഓർ നെഗേഷൻ ഓഫ് P ഈസ് ഇക്വലന്റ് ടു T. ഏതൊരു വേരിയബിളും അതിൻ്റെ നെഗേഷനുമായിട്ട് ഡിസ്റ്റിങ്ഷൻ എടുത്താൽ എന്ത് കിട്ടും? ടോട്ടോളജിയാണ് കിട്ടുന്നത്. അപ്പോൾ പിക്ക് പകരം Q കൊടുത്താലോ Q ഓർ നെഗേഷൻ ഓഫ് Qവും എന്താണ്? T ആണ്. R ഓർ നെഗേഷൻ ഓഫ് Rഉം T ആണ്. അപ്പോൾ നമ്മളിവിടെ ഐഡൻറ്റിറ്റിയിലായാലൊരു ടിയുടെ വാല്യൂ ഉണ്ട്. ആ ടിക്ക് നമുക്ക് ഏത് വേരിയബിളിലുള്ള വാല്യൂ ആണോ ആ വേരിയബിളിലുള്ള വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് തന്നിരിക്കുന്ന കോമ്പൗണ്ട് പ്രപ്പോസിഷൻ അവിടെ ഇവിടെ ഒരു ഡിസ്റ്റിങ്ഷൻ ഉണ്ട്, ഇവിടെയും ഒരു ഡിസ്റ്റിങ്ഷൻ ഉണ്ട് ഇല്ലേ? അപ്പോൾ ആ ഡിസ്റ്റിങ്ഷൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും ഒക്കെ ഓരോ കോമ്പൗണ്ട് പ്രപ്പോസിഷൻസ് ഉണ്ട്. നമുക്ക് ഇവിടെ ലെഫ്റ്റിലുള്ളത് P ആൻഡ് Q ആണ്. എന്ത് ചെയ്യുന്നു നമ്മളിവിടെ? P ആൻഡ് Q ആൻഡ് T എടുക്കുന്നു. ആൻഡ് T എടുത്താലും നമ്മൾ പറഞ്ഞു ഏതൊരു കോമ്പൗണ്ട് പ്രപ്പോസിഷനോ ഏതൊരു വേരിയബിളോ ടിയുമായിട്ട് ആൻഡ് ചെയ്താൽ വാല്യൂവിന് ഒരു ചേഞ്ചും വരില്ല. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ത് തന്നെയായിരിക്കും? P ആൻഡ് Q തന്നെയായിരിക്കും. ഓർ ഇനി രണ്ടാമത്തെ കോമ്പൗണ്ട് പ്രപ്പോസിഷൻ ദറ്റ് ഈസ് നെഗേഷൻ ഓഫ് P ആൻഡ് R, അവിടെയും എന്തെടുക്കുന്നു? ആൻഡ് T എടുക്കുന്നു. അതുപോലെ തന്നെ തേർഡ് കോമ്പൗണ്ട് പ്രപ്പോസിഷനിലും ദറ്റ് ഈസ് Q ആൻഡ് R ആൻഡ് T എടുത്തു. ഇനി നമുക്ക് T 3 സ്ഥലത്തും നമ്മൾ ആൻഡ് T എടുത്തു. അതിനുശേഷം ഇവിടെ Pയും Qവും ഉണ്ട്. ഇവിടെ ഏത് വേരിയബിൾ ഇല്ല? ആറിൻ്റെ വാല്യൂ ഇവിടെ ഇല്ല. R എന്ന് പറയുന്ന വേരിയബിൾ ഇതിനകത്തില്ല. അതുകൊണ്ട് തന്നെ Tക്ക് ഏത് വാല്യൂ കൊടുക്കണം? R ഓർ നെഗേഷൻ ഓഫ് R എന്നുള്ള വാല്യൂ ഇവിടെ കൊടുക്കുന്നു. അപ്പോൾ P ആൻഡ് Q ആൻഡ് R ഓർ നെഗേഷൻ ഓഫ് R, R ഓർ നെഗേഷൻ ഓഫ് R. ഡിസ്ജങ്ഷൻ ഈ ഡിസ്ജങ്ഷൻ അതുപോലെ എഴുതി. ഇനി രണ്ടാമത്തതിൽ നെഗേഷൻ ഓഫ് P ആൻഡ് R, അവിടെ Pയും Rഉം ഉണ്ട്, ആരില്ല? Q ഇല്ല. അപ്പോൾ Tക്ക് ഏത് വാല്യൂ കൊടുക്കും? Q ഓർ നെഗേഷൻ ഓഫ് Q എന്നുള്ള വാല്യൂ ഇവിടെ കൊടുക്കുന്നു. ഇനി അടുത്ത ഡിസ്ജങ്ഷൻ ഞാൻ താഴേക്ക് എഴുതാം. ഡിസ്ജങ്ഷൻ ഇനി ഇവിടെ Qയും Rഉം ഉണ്ട്, P ആണ് ഇല്ലാത്തത്. അപ്പോൾ Q ആൻഡ് R ആൻഡ് P ഓർ നെഗേഷൻ ഓഫ് P ഓർ നെഗേഷൻ ഓഫ് P. ദെൻ ഇനി അടുത്ത് ചെയ്യാനുള്ളത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുക. അതെവിടെ നോക്കുക? P ആൻഡ് Q ആൻഡ് R ഓർ P ആൻഡ് Q ആൻഡ് നെഗേഷൻ ഓഫ് R. അപ്പോൾ ഇതുപോലെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നു. ഈക്വലന്റ് ടു P ആൻഡ് Q ആൻഡ് R ഓർ P ആൻഡ് Q ആൻഡ് നെഗേഷൻ ഓഫ് R. ഓർ അടുത്തതും ഡിസ്ട്രിബ്യൂട്ടീവ് അപ്ലൈ ചെയ്യുന്നു. ദറ്റ് ഈസ്
negation of P and R and Q. Negation of P and R and Q. Then ഇവിടെ ഒരു and ഉണ്ട്, and Q. Or negation of P and R and negation of Q. എഴുതാം, negation of P and R and Q, or negation of P and R and negation of Q. Then distinction. അടുത്തത് ഇവിടെയും Q and R and P, or Q and R and negation of P. Q and R and P, or Q and R and negation of P. ഇനി നമുക്ക് നോക്കാനുള്ളത് കമ്മ്യൂട്ടേറ്റിംഗ് ഫോർമുലാസ് വല്ലതും ഉണ്ടോ എന്ന് നോക്കുക. കമ്മ്യൂട്ടേറ്റിംഗ് ഫോർമുലാസ് ഉണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു ഫോർമുല മാത്രം എഴുതിയാൽ മതി. ഇവിടെ നോക്കുക, P ആൻഡ് Q ആൻഡ് R. ഇവിടെയോ Q ആൻഡ് R ആൻഡ് P. ഇത് രണ്ടും കമ്മ്യൂട്ടിംഗ് ഫോർമുലയാണ്. ഒരു വേരിയബിൾസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം മാത്രം മതി. ഇത് ഞാൻ അവോയ്ഡ് ചെയ്യുന്നു. ഇനി അടുത്ത് നോക്കിയേ, ഇതെവിടെ negation of P and R and Q. The last one, Q and R and negation of P. അപ്പോൾ ഇത് രണ്ടും ഒരേ ഫോർമുലയാണ്, അതിലും ഒരെണ്ണം മതി. ഇത് നമുക്ക് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ ഈ ലാസ്റ്റിലുള്ള രണ്ടെണ്ണം അവോയ്ഡ് ചെയ്യുന്നു, ബാക്കി നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് P and Q and R, or P and Q and negation of R, or negation of P and R and Q, or this one, negation of P and R and negation of Q, which is the required principal disjunctive normal form. Principal disjunctive normal form.